യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കറക്റ്റ് സമയത്താണല്ലോ ഞാൻ വന്നത്. 4 പേര് ഒന്നിച്ചുണ്ട്. ദാസേട്ടൻ സോനയുടെ കുഞ്ഞിന്റെ നൂലേട്ടിന് പോയില്ലേ? ഇല്ല, അല്ല അത് ഇന്നാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതെ അങ്കിൾ, ഇന്നാ നൂലിട്ട്. അക്കാര്യം ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്നത്. ആണോ? എന്നെ വിളിക്കാത്തത് അവര് വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും പറയാതിരിക്കില്ല. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അല്ലെങ്കിൽ സുശീലയ്ക്ക് അറിയില്ല. അമ്മ കുറെ സമയമായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. നൂലുകെട്ടിനെ വിളിക്കാത്തതിന്റെ വിഷമ. ഒന്ന് പോടാ. എനിക്ക് ഒരു സങ്കടവും ഇല്ല. പിന്നൊരു മര്യാദ, അത്രയും ഞാൻ ചിന്തിച്ചുള്ളൂ. സോനയുടെയും ശ്യാമിന്റെയും വിവാഹം ആലോചിച്ച് ഞാനാ. ഇപ്പോ അവരൊന്നിച്ചല്ല ഉള്ളത്. ആ ഒരു സങ്കടം ചെറുതായിട്ട് നിൽക്കണം. ഒരുപക്ഷെ അതിന്റെ ദേഷ്യം സുശീലയ്ക്ക് എന്നോട് ഉണ്ടാവാം. വിവാഹം ആലോചിച്ചെന്ന് വെച്ച് ജീവിക്കേണ്ടത് അവരല്ലേ. 2 പേര് ഒന്നിച്ച് ജീവിക്കുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോ അത് ആലോചിച്ച ആളെ പഴിച്ചിട്ട് എന്താ കാര്യം? അതെ. പിന്നെ ഞാനിപ്പോ വന്നത് വിവാഹക്കാര്യം പറയാൻ തന്നെ. എന്താ മോളെ നിന്റെ തീരുമാനം? ആ പെയിന്റ് ആൾക്കാരോട് ഞാൻ എന്താ പറയേണ്ടത്? അങ്കിൾ എന്നോട് വിഷമമൊന്നും തോന്നരുത്. ഇപ്പോ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സാഹചര്യമോ മനസ്സോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട. കണ്ടോ, ഇതാ ഇവളുടെ മറുപടി. ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അല്ല, പ്രതിഭ പറഞ്ഞാ ശരി. വിവാഹം എന്ന് പറഞ്ഞാ ഒരു ജീവിതകാലത്തേക്ക് മുഴുവൻ വേണ്ടതാ. അത് എടുത്തിയാടി ചെയ്യേണ്ട ഒന്നല്ല. അതിന് മനസ്സുകൊണ്ട് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പം മോളെ അതിന് തയ്യാറാവാത്തത് തന്നെ നല്ലത്. അതെ ദാസ്, ശരിക്കും എനിക്കും അത് തന്നെ അഭിപ്രായം. കല്യാണം കഴിഞ്ഞ് ജീവിക്കേണ്ടത് അവളാ. അതുകൊണ്ട് അവളുടെ അഭിപ്രായത്തിന് തന്നെ പ്രാധാന്യം. അതെ. ഏതായാലും ഇനിയിപ്പോ ചെറുക്കന്റെ വീട്ടുകാരോട് വേറെ പെണ്ണു നോക്കാൻ പറയാലോ. അവരെന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അതെ, എനിക്ക് വിവാഹത്തിന് മുമ്പ് സ്വന്തമായി പലതും ചെയ്തു തീർക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ ഈ കുടുംബത്തിന്റെ സുരക്ഷയാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വിവാഹം കൂടി നടത്തിയ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാവും. നന്നായി മോളെ. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. എനിക്കിപ്പോ മോളെ കുറിച്ച് ഓർത്ത് അഭിമാനമാണ് തോന്നുന്നത്. അല്ല, ഇതെന്താ കുഞ്ഞിന്റെ അച്ഛനും വീട്ടുകാരൊന്നും വന്നില്ലേ? നൂലുകെട്ടും പേരുവിളിയൊക്കെ അമ്മയുടെ മടിയിരുത്തിയാണോ നടത്തുന്നത്? ശ്യാമ് സ്ഥലത്തില്ല, അതുകൊണ്ടാ. ഓ, അത് ശരി. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇത് കുഞ്ഞിന്റെ അരയിൽ കെട്ടിക്കൊടുത്തുകൊണ്ട് നമുക്ക് ചടങ്ങ് തുടങ്ങാം. അച്ഛൻ സ്ഥലത്തില്ലെങ്കിൽ നൂലുകെട്ട് ചടങ്ങ് അമ്മ അല്ലേ നടത്തേണ്ടത്? ഒന്ന് മിണ്ടാതിരിക്കും വിനേട്ട. നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന്റെ ചടങ്ങിനും സ്ഥലത്തുണ്ടായിട്ടും വിനേട്ടം വന്നില്ലല്ലോ. അതിന് ഞാൻ അമ്മാവനല്ലല്ലോ. അപ്പൊ ചടങ്ങ് തുടങ്ങാണ്.
അല്ല ഭാനുമ്മയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇനി ഞാൻ ഈ മോതിരം ഒന്ന് ഇടിയിക്കട്ടെ. ഇനി മോൾക്ക് പേര് വിളിച്ചോട്ടാ. വിളിച്ചോ. ദാ, ഇത് പിടിച്ചോ. ശ്യാമ ശ്യാമ ശ്യാമ. ശ്യാമ നല്ല പേരാ. പോവാച്ച. രഘുവേട്ടനും ശബരേട്ടനും ദേഷ്യം വന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. അതേ മാഷേ, ഇനി നമ്മളിവിടെ നിൽക്കാതിരിക്കുന്നതാ നല്ലത്. എന്നെ നോക്കണ്ടച്ചാ, നിങ്ങൾ പോയിക്കോ. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് സമാധാനം കിട്ടൂ. വാച്ച, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ മനുഷ്യരല്ലാതാവും. വാ മോളെ. രഘു, ശബരി, വാ പോയേക്കാം. ആ വാ മോനെ. അച്ഛാ, മക്കളെ. വിനേട്ടാ, വിനേട്ടാ. ഓ ഓ ഓ. വിനേട്ട, വിനേട്ട, കുഞ്ഞ് വിനേട്ട. എന്താ മോളെ, നിങ്ങൾ വേഗം വന്നേ. അത് കുഞ്ഞുങ്ങൾക്ക് വിശന്നിട്ടാന്ന് തോന്നുന്നു, കരയുന്നു. ഞാനൊന്ന് പാല് കൊടുക്കട്ടെ അച്ഛാ. എന്താടാ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. അവിടെ നിന്ന് മതിയായപ്പോ കിട്ടിയാൻ കൊണ്ടെങ്കിൽ പോന്നതാ. നല്ല കുടുംബത്തിലാണല്ലോ ചെന്ന് കയറി കൊടുത്തത്. ആ വേണ്ട വേണ്ട, ഇവിടെ ഒന്നും ഇറക്കണ്ട. ചടങ്ങിന് വന്നവരൊക്കെ തിരിച്ചുപോയി. ഇത്രയും ഫുഡ് ഇവിടെ ആര് കഴിക്കാനാ? എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ എന്തിനാണോ നിങ്ങൾ അറിയുന്നേ? ഓർഡർ ചെയ്ത ഫുഡിന്റെ മുഴുവൻ കാശ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആ, പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ആഹാരം പല പാവങ്ങൾക്കും കൊണ്ടു കൊടുക്കുക. ആ ശരി സാർ. ഇതിന്റെ ഏട്ടാ ഫുഡ് ഇറക്കി വെക്കാതെ വണ്ടി തിരിച്ചു പോയത്? ഇവിടെ ചടങ്ങിന് വന്നവരൊക്കെ എവിടെ? എല്ലാരും അവരവരുടെ പാട്ടിന് പോയി. പോയെന്നോ? അതിങ്ങനെ ചടങ്ങിന് പങ്കെടുക്കാൻ വന്നവരൊക്കെ ആഹാരം പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയത്? അങ്ങനെ ആരും പോവില്ലല്ലോ. ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ ഏട്ടാ? ആ ഉണ്ടായി. ആ വിനയൻ നമ്മുടെ അമ്മയുടെ മുഖത്ത് നോക്കി വേണ്ടതിനെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് അവനെ അടിച്ച് പുറത്താക്കേണ്ടി വന്നു. എന്താ എടുത്തി, എന്താ ഇവിടെ ഉണ്ടായത്?
സാധാരണ മറ്റു വീടുകളിൽ ഫംഗ്ഷന് പോയാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അമ്മ നമ്മളെയൊക്കെ വിളിച്ചിറക്കിക്കൊണ്ട് വരാറാ പതിവ്. ഇപ്പോ സ്വന്തം വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയവരെ ഏടത്തിയുടെ അച്ഛനും നമ്മുടെ ചടങ്ങ് ബഹിഷ്കരിച്ചു പോയോ? ക്ഷണിച്ചു വരുത്തിയവരുടെ മുന്നില് വാതിലെ കൊട്ടിയടിച്ച എന്റെ ഈ സത്യം. ഞങ്ങളും ഇതുവരെ പുറത്തായിരുന്നു. ആ വണ്ടി വന്നപ്പോഴാ ഇന്ദിരം വാതിൽ തുറന്നത്. അതിനു മാത്രം എന്താ ഏടത്തി ഉണ്ടായത്? ഞാനൊന്നും പറയാൻ ആളല്ല സത്യ. ദയവേത് ഇനി എന്നോടൊന്നും ചോദിക്കല്ലേ. വേണ്ട, ആരും പറയാതെ തന്നെ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. എന്റെ അമ്മയുടെ ഏട്ടന്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. മക്കളെ കരയാതെ. കൊള്ളാം, മകളുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് ഗംഭീരമായിട്ട് നടത്തണമെന്ന് അമ്മ പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് അതിഗംഭീരമായി പോയി. ബാക്കിയുള്ളവരുടെ സമയവും പണമൊക്കെ ചെലവിട്ട് ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചു വരുത്തി ചടങ്ങ് നടത്തുക, എന്നിട്ട് അതിഥികളെ സദ്യ നൽകി സൽക്കരിക്കുന്നതിന് പകരം അപമാനിച്ച് ആട്ടി ഇറക്കുക. ഛേ, നീ എന്തറിഞ്ഞിട്ടടാ എന്റെ മുഖത്ത് നോക്കി പഠിക്കുന്നേ? ഓഹോ, നീ അരികേറ്റി വിട്ടതാണോ ഇവനെ? സ്വന്തം ചോരയോട് പോലും സ്നേഹമില്ലാത്ത വിനയന് മറ്റാരെങ്കിലും സ്നേഹിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും വിനയന്റെ മേലെ ഉണ്ടാവണം രഘു. അല്ലാതെ അവൻ നന്നാവും അല്ലെങ്കിൽ നന്നായി എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോരുത്. അത് ചീരുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്റെ 4 സഹോദരിമാരുടെ കാര്യത്തിലും ഉണ്ടാവും. അവർക്ക് എന്താവശ്യം ഉണ്ടായാലും ഒരു സഹോദരനെ ഞാൻ അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. നിന്നെപ്പോലൊരു മരുവനെ കിട്ടിയത് എന്റെ അണ്ണന്റെ ഭാഗ്യമാണ്. ഇതൊക്കെ എന്റെ ഭാഗ്യമല്ല എങ്കിൽ. ആരും ഇല്ലാതെ ഒരു അനാഥനെ പോലെ ജീവിച്ചവനല്ലേ ഞാൻ. ഇപ്പോ എനിക്കൊരു കുടുംബം, കൂടെപ്പിറപ്പുകള്, അച്ഛന്റെ സ്ഥാനത്ത് അമ്മാവൻ. ശരിക്കും ഞാനല്ലേ ഭാഗ്യവാൻ? നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് രഘു നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നു. ഇതിന്റെ പകുതിയെങ്കിലും മനുഷ്യത്വം വിനയന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിനയന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അതിലെ നമുക്ക് സാധിക്കൂ. അതെ, വേറെന്താ? കുറെ നേരമായി ഇവളിങ്ങനെ ഇരിക്കുന്നു. കാര്യം ചോദിച്ചിട്ട് എന്താന്ന് പറയുന്നുമില്ല. വന്നപ്പോ മുതല് ഇതാ അവസ്ഥ. ജോലി സ്ഥലത്ത് എന്തെങ്കിലും ടെൻഷനാവും. എന്ത് ടെൻഷനാണെങ്കിലും ചോദിച്ചാ പറയണ്ടേ. ജോലി സ്ഥലത്തെ കാര്യമാണെങ്കിൽ അത് അവിടെ നിന്ന് ഇറങ്ങുമ്പോ മനസ്സിന്ന് കളയണം. അല്ലാതെ അത് ഓർത്ത് വീട്ടിൽ വന്ന് വിഷമിച്ചിട്ട് എന്താ കാര്യം? പെൺകുട്ടികൾ ആലോചിച്ചിരിക്കുന്ന കണ്ടാലേ അമ്മമാർക്ക് മനസ്സിൽ ആദ്യ കയറും. അതെങ്ങനെ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ല. അതെ, ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. മോളെ, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറ മോളെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മോളെ. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല അച്ഛാ. എന്താണെങ്കിലും മോള് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അച്ഛനല്ലേ പറയുന്നേ? ആരത്? സത്യനോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, നിങ്ങൾ ഒരുമിച്ചാണോ വന്നത്? അതെ, വഴിയിൽ വെച്ച് പ്രശോഭനെ കണ്ടു. എന്നാ പിന്നെ പ്രശോഭനെ ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ പ്രതിഭയെ കണ്ട ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് പിന്നെ ഞാനും സത്യനെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തുപറ്റി?
ഇവൾ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം എന്തോ ആലോചിച്ച് വിഷമിച്ചൊരേ ഇരിപ്പാ. കാര്യം എന്താന്ന് ചോദിച്ചിട്ടൊട്ട് പറയുന്നുമില്ല. സത്യനെ വിളിച്ചു ചോദിച്ചാ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് കരുതി. എന്താ പ്രതിഭ, ഞാൻ അവിടുത്തെ പോയ ശേഷം ഓഫീസിൽ എന്താ ഉണ്ടായത്? സാറ് പോയി കഴിഞ്ഞ് സാറിന്റെ അമ്മ അവിടെ വന്നിരുന്നു. വീട്ടിലേക്ക് ഫോൺ വന്ന കാര്യം അമ്മയും പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് അമ്മയ്ക്ക് വഴക്കിടണമെന്നൊക്കെ പറഞ്ഞപ്പോ ഇന്ദ്രൻ സാറ് അമ്മയോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പോ അമ്മ ഇന്ദ്രൻ സാറിനെയും കുറെ വഴക്ക് പറഞ്ഞിട്ട് പോയി. അമ്മ പോയി കഴിഞ്ഞ് സാറ് എന്നെയും കുറെ വഴക്ക് പറഞ്ഞു. അയ്യോ, അതൊന്നും പ്രതിഭ മനസ്സിൽ വെക്കരുത്. ഇന്ദ്രേട്ടൻ അപ്പോഴത്തെ ടെൻഷനിലോരോന്ന് പറയുന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റാരും കേൾക്കെ ആരും സംസാരിക്കുന്നത് ഇന്ദ്രേട്ടന് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ച ഇന്ദ്രേട്ടന് ടെൻഷനാവും. അപ്പോ അങ്ങനെ വീട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് സത്യേട്ടൻ ആകെ ഡെസ്പായി നിന്നല്ലേ? അതെ സത്യ, സത്യൻ എന്താ പ്രശ്നം? ഏയ്, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ അന്യരായി കാണുന്നില്ലെങ്കിൽ എല്ലാം ഞങ്ങളോട് തുറന്നു സംസാരിക്കാം. എല്ലാ സങ്കടങ്ങളും മനസ്സിൽ തന്നെ കൂട്ടിക്കൂട്ടി വെച്ചാ അത് കൂടുകയല്ലാതെ ഒരിക്കലും മനസ്സിന്റെ ഭാരം കുറയില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്റെ സങ്കടം അതങ്ങനെ പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല. എല്ലാം കൂടി ആലോചിച്ചാ ഭ്രാന്ത് പിടിക്കും. വീട്ടിൽ ഒരു സമാധാനവും ഇല്ല. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലൊന്നും ആലോചിക്കുന്നേ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്റെ അമ്മയ്ക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല. ഇന്ന് തന്നെ ബന്ധുവീട്ടിലെ പ്രായമായ ഒരാളെ അമ്മയെ ഫോൺ ചെയ്തേ. വീട്ടിലുണ്ടായ ഒരു പ്രശ്നത്തിന്റെ ന്യായം സംസാരിക്കാനാ. അദ്ദേഹത്തോട് അമ്മ മോശമായിട്ട് സംസാരിച്ചെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ അവിടെ ചെന്ന് വഴക്കിടാൻ ഇന്ദിരേട്ടനെ നിർബന്ധിക്കാൻ അമ്മ ഓഫീസിലേക്ക് വന്നത്. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ട്. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ഒരിക്കൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. പിന്നെ ഇന്ദിരേട്ടന് വയ്യെന്നറിഞ്ഞപ്പോ മനസ്സ് മാറി ഞാൻ തിരിച്ചു വന്നു. പക്ഷെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെയാ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യ, നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളെ ആയുള്ളൂ. എങ്കിലും സത്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. സത്യനെ പോലെ നല്ല മനസ്സുള്ളവര് മറ്റുള്ളവരുടെ തെറ്റ് കണ്ട പ്രതികരിക്കുകയും അതിൽ മാനസികമായി വിഷമിക്കുകയും ചെയ്യുന്നവരാ. ഇത് സത്യന്റെ വീട്ടിലെ പ്രശ്നമാണ്. ഇതിൽ നിന്ന് സത്യൻ ഒളിച്ചോടിയാ ഒരിക്കലും ആ പ്രശ്നത്തിന് പരിഹാരമാവില്ല. ഇതിന് സത്യൻ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്തണം. അതിന് സത്യനെ കൊണ്ട് സാധിക്കും. ഇനി അതേക്കുറിച്ച് ആർക്കിടയിൽ ഒരു ചർച്ചയും വേണ്ടതേ. അത് മറന്നു കളയുന്ന എല്ലാവർക്കും നല്ലത്. ഞാനൊന്നും പറയുന്നില്ല രഘുവേട്ട. ഞാനും നിർത്തി. എന്നാലേ നീ ഇന്ദ്രന് കൊടുത്തോലൊരു കോഫി എനിക്കെന്താ? നൂലുകെട്ടിന്റെ അന്ന് നല്ലൊരു സദ്യ കഴിക്കാന്ന് വെച്ചതാ. ഓ, അത് പോയി കിട്ടി. കൊണ്ടുവന്ന ആഹാരമൊക്കെ അതേപടി തിരിച്ചയച്ചു കളഞ്ഞില്ലേ ഇന്ദ്രൻ? അങ്ങനെ പല നഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും ഭാനുമേ. അതിനേക്കാളൊക്കെ വലുതാ മനുഷ്യന് അഭിമാനം. ആ, അന്നത്തെ സംഭവത്തില് നിനക്ക് വലിയ അഭിമാനമായിരിക്കും. പക്ഷേ ഇവിടെ നടന്നതിനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് കേട്ടപ്പോ എനിക്ക് അപമാനമാ തോന്നിയത്. അല്ല, അനന്തം മാഷല്ലേ വരുന്നേ? സുശീലേ, എന്താ ഇത്? ആ, മോളെ അനു, ദാ അച്ഛൻ വന്നു. അച്ഛാ, വാ പക്ഷേ കയറിയിരിക്കെ. സുശീല ഇപ്പം വരും. അച്ഛാ, ഞാൻ ആദ്യം സുശീല ഒന്ന് കാണട്ടെ മോളെ. സുശീലെ, ഞാൻ വന്നത്
ഓ, നല്ല തൊലിക്കട്ടി ഉള്ളത് കൊണ്ടാ വന്നേ. ഒറ്റ വാക്കി പറഞ്ഞാ മതി. മാറി നിക്കടി. അല്ല, അന്നെന്നെ കുത്തി പറഞ്ഞൊന്നും പോരാഞ്ഞ് എന്നെ എന്റെ കുടുംബത്തെയും കുറിച്ച് പുതിയ എന്തെങ്കിലും വ്യാഖ്യാനമായിട്ട് വന്നതാണോ? മോളെ, സുശീല ഇപ്പോഴും എന്നെ തെറ്റിദ്ധരിച്ചോണ്ടിരിക്കുക. എന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞത് ശരി തന്നെയാ. അല്ലാത്തവരെ ദൈവം ശിക്ഷിക്കുമെന്നും പറഞ്ഞു. അതൊരിക്കലും ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ല. അങ്ങനെ മറ്റൊരാളെ കുറിച്ച് മനസ്സിൽ ദോഷം വിചാരിക്കുന്ന ഒരാളും അല്ല ഞാൻ. ആണോ? പക്ഷെ എന്ത് ചെയ്യാനാ, പരിശുദ്ധമായ ഈ മനസ്സിൽ നിന്ന് വീണ വാക്ക് എവിടെയൊക്കെയോ തട്ടി എന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടുമാഷേ. എങ്ങനെ കൊള്ളാതിരിക്കും? കുടുംബക്കാര് മൊത്തം ഈ വീട്ടിലെ ചടങ്ങ് കൊളവാക്കാൻ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് വന്നതായിരുന്നില്ലേ? എന്താ സുശീല ഇത്? അല്ലെങ്കിൽ പിന്നെ എന്തിനാ മാഷേ മുറ്റത്ത് കിടന്ന് കൂത്താടിയതിന് ഞാൻ എന്റെ മകനെ വഴക്ക് പറഞ്ഞപ്പോ വിനയനത് ഏറ്റുപിടിച്ചത്? അവൻ അങ്ങനെ ഒരു ടൈപ്പാ സുശീലേ? ഏയ്, ഒന്നുമല്ല. അങ്ങനെയുള്ളവന്മാരെയൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ഇറക്കി കളിച്ചതാണെന്നേ ഞാൻ പറയൂ. ഓ, ആദ്യമൊക്കെ രഘു അമ്പിളിയായിരുന്നു. അവരൊന്നടങ്ങിയപ്പോ തലതിരിഞ്ഞ് പുതിയൊരു മരുമകനെ ഇറക്കി വെക്കുവാ. സുശീല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. അന്നത്തെ ആ നാലമ്പല യാത്ര മുടങ്ങിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാ വരാൻ പോകുന്ന ആപത്തിന്റെ മുന്നറിയിപ്പാണിതെന്ന്. ഓ, കൊള്ളാം. പിന്നെ സുശീല, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊന്നും ആരും മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയതല്ല. അതൊക്കെ ആരുടെയൊക്കെയോ സമയദോഷം കൊണ്ട് അങ്ങ് സംഭവിച്ചു പോയതാ. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാതെ ഇതൊന്നും മാറാൻ പോകുന്നില്ല. ബാക്കിയെല്ലാം മറന്ന് അന്നത്തെ ആ നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ സാധിച്ച എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ചാലോ സുശീലേ? ഓ, വാഴയ്ക്കാം. എന്റെ വായിലുള്ളത് കേൾക്കാൻ നിൽക്കാതെ ഒന്നിറങ്ങി പോകുന്നുണ്ടോ നിങ്ങള്? സുശീലേ, അച്ഛാ, ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വന്നെന്ന് കെഞ്ചുക എന്നുള്ളത് അച്ഛന്റെ തലയിലെഴുത്താണോ? ഇങ്ങനെ താണു വണങ്ങാൻ ഇവരാരാ അച്ഛന്റെ? മോളെ, ആഹാ, ഞാൻ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരിക്കും. അതാണ് നിന്റെ കുഴപ്പവും. കണ്ടില്ലേ, കണ്ടല്ലോ, പച്ചപ്പാവം നടിച്ചു കിടക്കുന്ന നിങ്ങളുടെ മകളുടെ തനിക്കോണം സ്വന്തം അച്ഛന്റെ മുമ്പിൽ വെച്ച് ഇതാണ് പ്രകടനമെങ്കിൽ അല്ലാത്തപ്പോ എന്തായിരിക്കും ഊഹിച്ചാ മതിയല്ലോ. എന്റെ അച്ഛനായതുകൊണ്ടാ ഞാനിങ്ങനെ ശബ്ദിക്കുന്നത്. എന്നോട് കാണിക്കുന്നത് പോലെ എന്റെ അച്ഛനോട് കാണിച്ചാ അത് ഞാൻ വകവെച്ച് തരില്ല. എന്റെ മോളെ, നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇല്ലച്ചാ, ഇതെനിക്ക് സഹിക്കാവുന്നില്ല. അപ്പുറം അച്ഛന്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുക മാത്രം ചെയ്യുന്ന ഇവർക്ക് മുന്നില് ആർക്ക് വേണ്ടി അച്ഛനിങ്ങനെ നാണം കെട്ടി നിൽക്കുന്നേ? ഞാൻ ഈ വീട്ടിൽ സമാധാനത്തോടെ ജീവിച്ചു കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് അച്ഛൻ ഇതെല്ലാം സഹിച്ച് യാചിക്കുന്നെങ്കിൽ ഇനി അത് വേണ്ട. മോളെ, എനിക്ക് വേണ്ടി അച്ഛൻ ഇവരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. അന്ന് നിന്നോടാ ഞാൻ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. കൊള്ളാം, അച്ഛനും മകളും ചേർന്നുള്ള പുതിയ നാടകം ഗംഭീരമായിട്ടുണ്ട്. ഓ, സുശീല ഒന്ന് മതിയാക്ക്. ഞാനെന്ത് മതിയാക്കാനതള്ളേ? ഇതെന്റെ വീടാ. ഇവിടെ വന്ന് എനിക്ക് മനസമാധാനക്കേട് ഉണ്ടാക്കിയാൽ ഞാൻ മിണ്ടാതിരിക്കണോ? സത്യമായും സുശീലയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോയി. അതെല്ലാം ക്ഷമിച്ച് നമ്മളൊക്കെ പഴയതുപോലെ ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അന്ന് നീ ഇതിൽ ഇടപെടരുത്, അച്ഛനെ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് സുശീലേ? പറ, അതുപോലെ ചെയ്യാം. ചെയ്യാമെന്ന് പറഞ്ഞാ ചെയ്യണം, അല്ലാതെ അതിനും പറ്റില്ല എന്നും പറഞ്ഞ് വീണ്ടും കൈയും കാലും പിടിക്കാൻ ഇങ്ങോട്ട് വരരുത്. ഇല്ല, സുശീല എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എങ്കി നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളും ഇനി ഈ വീടിന്റെ പടി ചവിട്ടരുത്. ഹലോ, അതെ, എന്താ കോൾ വരാത്തത് ഞാൻ ആലോചിച്ചിരിക്കായിരുന്നു. ഏയ്, ഇല്ലില്ല, കിടന്നൊന്നുമില്ല. ഹലോ 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 ഹലോ.
ഇന്ദ്രേട്ടന്റെ മുഖത്തെന്താ ഒരു കള്ളച്ചിരി? ദേ, നീ അത് കണ്ടോ? ഞങ്ങൾ ഇവിടെ വണ്ടിയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ സത്തിന് കോള് വന്നത്. ആരുടെ കോള്? എന്റെ മുമ്പിൽ നിന്നും മാറിപ്പോയി അവിടെ പോയിന്ന് സംസാരിക്കണമെങ്കിൽ അത് ആരുടെ കോളായിരിക്കും? പ്രതിഭയുടെ? ഉറപ്പല്ലേ? അവൻ കോൾ എടുക്കുന്ന കണ്ടാൽ അറിയാം അപ്പുറത്ത് ആരാണെന്ന്. ഇന്ദ്രേട്ടൻ ഇതൊക്കെ നോക്കി പഠിച്ചു വെച്ചിരിക്കാണോ? സത്യൻ ഇതുവരെ പ്രതിഭയെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി മനസ്സിലായിക്കോളും. ഏതായാലും നീ വാ, നമുക്ക് പോയി കിടക്കാം. നമ്മൾ ഇവിടെ നിന്നിട്ട് അവരൊരു ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവൻ അവളെ വിളിക്കുവാവുന്നു. ഇനി ആണെങ്കിൽ തന്നെ അവർ ഓഫീസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആവാനാ സാധ്യത. ശരി ശരി, ഇനി എന്ത് കാര്യമാണെങ്കിലും ഈ രാത്രി അവൻ ഇത്ര നേരം ഫോണിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നീ വാ, അവനോടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ സാർ. ഏയ് സാർ അഡ്വാൻസ് ഒന്നും തരേണ്ട കാര്യമില്ല. നാളെ 10 മണിയാകുമ്പോ വണ്ടി സാറിന്റെ വീടിന് മുമ്പിലുണ്ടാവും. കുറച്ചു സമയം കൂടി വെയിറ്റ് ചെയ്തിട്ട് സാറ് വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ആ ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. അച്ഛാ, അച്ഛാ. എന്താ മോളെ? അല്ല, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? കുഞ്ഞുങ്ങൾക്ക് ചെറിയ പനിയുണ്ട് അച്ഛാ. അയ്യോ, അതെന്താ പെട്ടെന്ന്? അറിയില്ല. അത് മാത്രല്ല, ദേഹത്തൊക്കെ കൊതുക് കടിച്ച പാടുണ്ട്, തടിച്ചിട്ടുണ്ട്. കൊതു കടിച്ചോ? അതെന്താ, റൂമിൽ കൊതുകുണ്ടോ? അത് പിന്നെ ഞങ്ങൾ ഇന്നലെ പുറത്താ കിടന്നേ. നീ എന്താ മോളെ പറയുന്നേ? എന്തിനാ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തു കിടന്നേ? അത് അല്ല മോളെ, വിനയൻ എന്തെങ്കിലും? ഏയ്, അതൊന്നുമല്ല. ചൂടും അസ്വസ്ഥതയും കാരണം പുറത്തിറങ്ങി കിടന്നതാ. എന്ത് പണിയാ മോളെ കാണിച്ചത്? ഇത്രയും ചെറിയ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്ത് കിടക്കാമോ? അതുകൊണ്ടല്ലേ അവർക്കിപ്പോ പനിക്കുന്നേ. അപ്പൊ അങ്ങനെ ചെയ്തു പോയി. പക്ഷെ ഇപ്പൊ ടെൻഷൻ ആവുന്നച്ചാ. മോള് വിഷമിക്കാതെ, നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ഒരു കാര്യം ചെയ്യ്, മോള് വേഗം പോയി റെഡിയാകും, കുഞ്ഞുങ്ങളെ റെഡിയാക്ക്. ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. ശരി അച്ഛാ. ഹോസ്പിറ്റലിൽ പോകാൻ പണം വേണ്ടേ? നീ ഇന്ന് കുഞ്ഞുങ്ങളെയും കൂട്ടി മുറി കിടന്നാ മതി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് ദേഷ്യായിരിക്കും എനിക്കറിയാം. ഇത് വെച്ചോ, ഹോസ്പിറ്റലിൽ ആവശ്യം വരും. എനിക്കാരുടെ ഔദാര്യമൊന്നും വേണ്ട. എന്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. യാതൊരു മനസാക്ഷിയില്ലാതെ രാത്രി മുറിയിൽ ഇറക്കി വിട്ടതല്ലേ ഞങ്ങളെ. നിന്നോട് മര്യാദക്ക് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇതെല്ലാം സംഭവിച്ചത് നിന്റെ ഈ അഹങ്കാരം കൊണ്ടാ. ആ അതെ, എനിക്ക് അഹങ്കരിക്കാലോ. സ്നേഹസമ്പന്നനായൊരു ഭർത്താവില്ല എനിക്ക്. അതിനപ്പുറം എന്താ ഒരു ഭാര്യയ്ക്ക് വേണ്ടേ? നിന്റെ ഈ നാവിന് റൂമിൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് വേണം ഇറക്കി വിടാൻ. ഇനി അതായിട്ട് എന്തിനാ മടിക്കുന്നെ? ഇറക്കി വിട്. ഇത് നേരത്താണോ? പെറുക്കിയെടുത്തോ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ മരുന്ന് കിട്ടണമെങ്കിൽ ഇത് വേണം. 10 പൈസക്ക് ഗുണമില്ല, എന്നിട്ടോ അഹങ്കാരം.